ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് ഗെയിമിനെ കുറിച്ചാണ്. എസ്പെഷ്യലി നമുക്ക് എങ്ങനെ കൂടുതൽ എയർ ഡ്രോപ്പ് ഈ ഒരു ഗെയിം കളിച്ചും കൊണ്ട് നേടാനായിട്ട് പറ്റും, അതുപോലെ തന്നെ നിങ്ങൾ മിസ്സാക്കാനായിട്ട് പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാമിലും ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ റോഡ് മാപ്പ് അനുസരിച്ച് ഇവരുടെ എയർ ഡ്രോപ്പ് അതുപോലെ തന്നെ ടോക്കൺ ജനറേഷൻ ഇവൻ്റ് ഒക്കെ നടക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ 2024 നമ്മൾ ഓൾറെഡി ജൂലൈയിലേക്ക് എത്താനായിട്ടുണ്ട്. വെറും കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജൂലൈ മാസത്തിൽ എത്തുന്നതായിരിക്കും. സോ എക്സാക്റ്റ് ഡേറ്റ് ഒക്കെ സംബന്ധിച്ച് ഇവർ ഉടനെ തന്നെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ തരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഹാംസ്റ്റർ കോമ്പാറ്റിൽ കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടാനായിട്ടുള്ള കുറച്ച് പൊടിക്കൈകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ സമയം വൈകിക്കാതെ നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടീം നേരത്തെ അനൗൺസ് ചെയ്തതനുസരിച്ച് പ്രോഫിറ്റ് പെർ അവർ ബേസിലായിരിക്കും അവർ എയർ ഡ്രോപ്പ് കൊടുക്കാനായിട്ട് പോകുന്നതെന്ന് ഓൾറെഡി ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് പെർ അവറിലായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് പെർ അവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് പെർ അവറിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാണാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിൽ എത്രത്തോളം പോയിന്റ്സ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്കിവിടെ ലെവൽസ് കാണാനായിട്ട് പറ്റുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും മാസ്റ്റർ, ഗ്രാൻഡ് മാസ്റ്റർ, ലോഡ് എന്നങ്ങനെ പലവിധ ലെവൽസും നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനകത്ത് കാണാനായിട്ട് പറ്റും. അതായത് ഒരു നിശ്ചിത എണ്ണം ടോക്കൺസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ലെവലിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും. ഏറ്റവും ടോപ്പായിട്ടുള്ള ലോഡ് എന്നുള്ള ലെവലിലേക്ക് എത്താനാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 ബില്യൺ പോയിന്റ്സ് വേണ്ടി വരും. ഞാനിപ്പോൾ കറൻ്റ്ലി ഉള്ളത് ലോഡ് എന്നുള്ള ഒരു പൊസിഷനിലാണ്. ഈ ഒരു ലോഡ് എന്നുള്ളൊരു പൊസിഷനിൽ എത്തിയതിന് ശേഷം നിങ്ങൾ 1 ബില്യൺ പോയിന്റ്സിൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിലും ഒരിക്കലും നിങ്ങളുടെ ആ റാങ്ക് ലോഡ് എന്നുള്ള ഒരു പൊസിഷനിൽ നിന്ന് പോകത്തില്ല. നമ്മുടെ ഈ ഒരു ലെവൽസ് അവരൊരു എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയ ആയിട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോഡ് ലെവലിലുള്ള ആൾക്കാർക്കായിരിക്കും ഒരു പക്ഷേ കൂടുതൽ എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് എത്താനായിട്ട് പറ്റുന്ന മാക്സിമം ലെവലും എത്താനായിട്ട് ശ്രദ്ധിക്കുക. സോ ആ ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള ലെവൽ അനുസരിച്ച് അവരുടെ എയർ ഡ്രോപ്പിൻ്റെ അലൊക്കേഷൻ അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് കൊടുക്കുന്ന പേഴ്സൻറ്റേജ് വേരി ചെയ്യിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡിൽ എത്തിച്ചേരാനാണ്. അതുകൊണ്ട് തന്നെ ലോഡിൽ എത്തുന്ന ആളുകൾക്ക് ഒരുപക്ഷെ കൂടുതൽ എയർ ഡ്രോപ്പ് അലൊക്കേഷൻ കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് ഞാൻ കുറേയധികം നാളുകൾക്ക് മുന്നേ ഗ്രാൻഡ് മാസ്റ്റർ ലെവലിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള എൻ്റെ സ്റ്റാറ്റസ് ആണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള ലെവലിലാണുള്ളത്. അതുപോലെ തന്നെ എൻ്റെ റാങ്കിങ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണാനായിട്ട് പറ്റും. അവിടെ 10,000+ ആണ് എൻ്റെ റാങ്കിങ് ഉള്ളത്. അതിനുശേഷം ഞാൻ കോയിൻസ് അധികം സ്പെൻഡ് ചെയ്യാതെ എടുത്തു വെച്ച് ഏകദേശം 1 ബില്യൺ എത്തിയിട്ടുണ്ടായിരുന്നു. 1 ബില്യൺ എത്തിയ സമയത്ത് എൻ്റെ റാങ്കിങ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ലോഡിലെത്തിയപ്പോൾ എൻ്റെ റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 616 തീർച്ചയായിട്ടും വളരെ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഈ ഓരോ റാങ്കിലും അല്ലെങ്കിൽ ഓരോ ലെവലിലുള്ള ആളുകളിൽ പ്രോഫിറ്റ് പെർ അവർ ഏറ്റവും കൂടുതലുള്ള ആർക്കാണോ അങ്ങനെയാണ് ഇതിൽ റാങ്കിങ്ങിൽ ഏറ്റവും ആദ്യം വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് പെർ അവർ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ വെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാണ്. ഏകദേശം 3.7 മില്യൺ പ്രോഫിറ്റ് പെർ അവർ ആണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലോഡിൽ ഫസ്റ്റ് റാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കറൻറ്റ് പ്രോഫിറ്റ് പെർ അവർ എന്ന് പറയുന്നത് ഏകദേശം 2.3 മില്യൺ ആണ്. അപ്പം നമ്മളിവിടെ ക്ലിയർലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ലെവൽ എത്രത്തോളം ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്നു ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിന് മാക്സിമം എത്തിയതിന് ശേഷം പിന്നീട് പ്രോഫിറ്റ് പെർ അവർ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു പ്രോഫിറ്റ് പെർ അവറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ലെവലും കൂടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു 1 ബില്യൺ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പോയിന്റ്സ് താഴത്തേക്ക് പോയാലും നമ്മുടെ ആ ഒരു ലെവൽ ഒരിക്കലും താഴത്തില്ല. അതിൻ്റെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഞാൻ 1 ബില്യൺ എത്തിയതിനു ശേഷം പിന്നീട് കുറേയധികം കാർഡ്സുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്തപ്പം എൻ്റെ പോയിന്റ്സ് എല്ലാം 1 ബില്യന് താഴെ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലെവൽ ഇപ്പോഴും ലോഡിൽ തന്നെയാണ് ഉള്ളത്. അപ്പം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് പോയിന്റ്സ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു ലെവൽ അവിടെ ഏതാണോ നമ്മൾ അച്ചീവ് ചെയ്തത് അതിൽ തന്നെ
നിലനിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ ലെവൽസ് വെച്ചിട്ട് എയർ ഡ്രോപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടാനുള്ളൊരു പോസിബിലിറ്റി അവിടെയുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ഡെയിലി ടാസ്കുകളാണ്. ഇതിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അവരുടെ ഇൻ്റർഫേസ് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തതിന് പിന്നാലെ അത് 3 നമുക്കിവിടെ ടോപ്പിൽ കാണാനായിട്ട് പറ്റും. ഡെയിലി റിവാർഡ്, അതുപോലെ തന്നെ ഡെയിലി സൈഫർ, അതുപോലെ തന്നെ ഡെയിലി കോംബോ. ഇത് നിങ്ങൾ മാക്സിമം മുടങ്ങാതെ എന്നും ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇത്ര അധികം പോയിന്റ്സ് ഇപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എനിക്ക് ഒരു ദിവസത്തെ പോലും ഡെയിലി കോംബോ കാർഡ്സ് മിസ്സാവരുതെന്നുള്ള ആഗ്രഹമുണ്ട്. എൻ്റെ പല കാർഡ്സുകളും ഇപ്പം അപ്ഗ്രേഡ് ചെയ്ത് 100 മില്യൺ 200 മില്യൺ ഒക്കെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം ആ ഒരു കാർഡ് വരികയാണെങ്കിലും അത് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര അധികം പോയിന്റ്സ് ഒരുമിച്ച് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നത്. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് വലിയ ലെവലിലേക്ക് എത്തുമ്പം നിങ്ങൾക്കും സെയിം ഒരു അവസ്ഥ തന്നെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാർഡ്സും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിൽ പോയിൻറ്റ്സ് കയ്യിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മാക്സിമം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൽ നമുക്കറിയാം ഏകദേശം 200 മില്യൺ പ്ലെയേഴ്സ് ഓൾറെഡി വന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ ഫിൽറ്ററിങ് വരാനുള്ള സാധ്യതയുണ്ട്. ബോട്ടഡ് അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരെ ഇവർ ഇന്നെലിജിബിൾ ആക്കാനും അതുപോലെ തന്നെ ബാൻ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡെയിലി സൈൻ ഇൻ, അതുപോലെ തന്നെ ഡെയിലി സൈഫർ, അതുപോലെ തന്നെ ഡെയിലി കോംബോ കാർഡ്സുകളൊക്കെ മസ്റ്റായിട്ട് ചെയ്തു വെക്കേണ്ടതാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഒരു ദിവസം പോലും ഗ്യാപ്പ് എടുക്കാതെ, നിങ്ങൾ ഇതിനകത്ത് സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ ഡെയിലി റിവാർഡ് കളക്ട് ചെയ്യുക, സൈഫർ കോഡ് അടിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ കോംബോ കാർഡ്സും കളക്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പിൽ കൂടുതൽ അലോക്കേഷൻ കിട്ടുവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ പ്രോഫിറ്റ് പെർ അവർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ലെവലും കൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്ന ലെവൽ എത്തണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കറണ്ട് പ്രോഫിറ്റ് പെർ അവർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ലെവലൊക്കെ എത്താനായിട്ട് പറ്റും എന്നൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന മാക്സിമം ലെവൽ നിങ്ങൾ എത്താനായിട്ട് ശ്രമിക്കുക. കാരണം ലെവൽസ് ബേസ് ചെയ്തിട്ടും എയർ ഡ്രോപ്പ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവർ ഓൾറെഡി ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രോഫിറ്റ് പെർ അവറും അതുപോലെ തന്നെ മറ്റ് ചില ഘടകങ്ങളും ആയിരിക്കുമെന്ന്. ആ മറ്റ് ചില ഘടകങ്ങളിൽ ഈ ഒരു ലെവലും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റിയും ഒക്കെ ഉൾപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ